പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 6ാം ക്ലാസ്സിന്റെ 1ാം പാദവാർഷിക പരീക്ഷ വരികയാണ്. നമുക്ക് നമ്മുടെ പുതിയ പാഠപുസ്തകമാണ്. കഴിഞ്ഞ വർഷത്തെ വ്യത്യസ്തമായിട്ട് പുതിയ പാഠപുസ്തകമാണ് പ്രാവശ്യം പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറുകളൊന്നും നമുക്ക് ഈ വർഷം യൂസ് ചെയ്യാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറെ പാറ്റേൺ വ്യത്യാസമുണ്ട്. വിവിധമായ വ്യത്യസ്തങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ പ്രാവശ്യം ഉണ്ടാകുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 6 പ്രവർത്തനങ്ങളുള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 6-ലധികം ചോദ്യങ്ങളും അതുപോലെ ഓപ്ഷൻ എടുത്ത് തിരഞ്ഞെടുക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. തുടക്കത്തിൽ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ നമുക്ക് നോക്കാം. എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം? ഇഖ്റഉൽ ഫിഖറ വാജിബ് അനിൽ അസ്ഇല. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ, ചാനലിൻ്റെ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് നമ്മുടെ കീബോർഡ് ചാനലിൻ്റെ പുതിയ ചാനലാണ്. അത് പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. പഴയത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇതിലാണ് എല്ലാ വീഡിയോസും വരുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഇതാണ് പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക്. മഅറൂഫ് റുസാഫി നമ്മൾ പഠിച്ചൊരു കവിയുടെ പേരാണ് അല്ലേ. അൽ അമലുൽ കബീർ എന്ന പദ്യം പഠിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കവിയുടെ പേരാണ്. അദീബും ഷാഇറുൻ ഇറാഖി. ആരാണ് അദ്ദേഹം? ഇറാഖിയായ ഒരു സാഹിത്യകാരനും കവിയുമാണ്. ഇസ്മുഹുൽ കാമൽ. ഇതിന്റെ മുഴുവൻ പേര് മഅറൂഫ് ഇബ്നു അബ്ദുൽ ഗനി റുസാഫി എന്നാണ്. ഉലിദ ഫി ബാഗ്ദാദ് ആമ 1875 ജനിച്ചു. ലഘു മുഅല്ലഫാത്തും കസീറ. അദ്ദേഹത്തിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. മിൻഹാദിൽപ്പെട്ടതാണ് ദീവാൻ റുസാഫി, മുഹാവറാത്തും ഫിൽ അദബിൽ അറബി എന്നതൊക്കെ അല്ലേ. തൂഫിയ. അദ്ദേഹം മരണപ്പെട്ടു 1945 മരണപ്പെട്ടു. ചോദ്യം ഇതാണ്. വലിത മഅറൂഫ് റുസാഫി ജനിച്ചു. ഫി എവിടെയാണ്? അൽ മൗസൽ, ബഗ്ദാദ്, ബസറ, കൂഫ. അയിന പാരഗ്രാഫ് നമുക്ക് എന്ത് കിട്ടും അല്ലേ. അയിന വലിത ഫി ബഗ്ദാദാണ് കേന്ദ്രം. സുമ മാന കലിമത്ത് മുഅല്ലഫാത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുത്തുബുൻ പുസ്തകങ്ങൾ, മദീന പട്ടണം, അഷ്ജാർ മരങ്ങൾ, അസ്തിഖാർ കൂട്ടുകാർ. ഏതാണ് വരിക? മുഅല്ലഫാത്ത് അതിൻ്റെ അർത്ഥം എന്താ? ശരിക്ക് കുത്തുബ് എന്നാണ്, പുസ്തകങ്ങൾ എന്നാണ് കേട്ടോ. അത് നമ്മുടെ പാരഗ്രാഫിലില്ല. അപ്പോൾ പാറ്റേണിൽ വ്യത്യാസം ഇങ്ങനെ കുറച്ച് ഉണ്ടാവും കേട്ടോ. നമ്മൾ സ്വന്തമായി ആലോചിച്ച് എഴുതുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടാവും. തൂഫിയ മഅറൂഫ് റുസാഫി മരണപ്പെട്ടു. ആമൻ 1945 അല്ലേ. എവിടെ ഉണ്ടാവും? 1945. അപ്പോൾ അത് അക്കത്തിലും ഇവിടെ അവരുടെ അക്കത്തിലും ഇതിവിടെ ഇംഗ്ലീഷ് അക്കത്തിലാണ്. അതുകൊണ്ട് മനസ്സിലാക്കിയില്ല. 4ാമത്തെ ചോദ്യം. അയ്യുൽ ഇബാറാത്ത് താലിയ തസിഫ് മഅറൂഫ് റുസാഫി വദൗറഹു ഫിൽ അദബ്. ഇതൊരു പ്രധാനപ്പെട്ട, നിങ്ങൾ നേരത്തെ ശീലിച്ചിട്ടില്ലാത്തൊരു ചോദ്യമാണ്. അതായത് മഅറൂഫ് റുസാഫിയുടെ സാഹിത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കിനെയും സൂചിപ്പിക്കുന്ന ഇബാറത്ത് ഏതാണ്? കാന റസ്സാമ മുബ്തക്കിറൻ, കാന അദീബൻ വശായിറൻ ലഹു മുഅല്ലഫാത്തുൻ കസീറ, കാന താജിറൻ ഫി ബഗ്ദാദ്, കാന ജുൻദിയൻ ഫിൽ ഹർബ്. അദ്ദേഹം ഷായിറാണ്, അദ്യബാണെന്ന് പറയാനുള്ളത് വലിയതാണ്. ഇതാണ് അല്ലേ. അത് നമ്മുടെ പാരഗ്രാഫിലുണ്ട്. അദീബും വശായിറുൻ ലഹു മുഅല്ലഫാത്തുൻ കസീറ. അപ്പോൾ ഈ ഇബാറത്താണ് ഇതിൻ്റെ ഇബാറത്ത്. അതായത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖലയെ സൂചിപ്പിക്കുന്ന വാചകം ഏത് എന്ന് ചോദിച്ചാൽ ഇത് എഴുതാൻ പറ്റും. ഓക്കെ. അടുത്ത നസിൽ കലിമത്ത് ഖലീൽ. ഖലീൽ എന്ന പദത്തിന്റെ റിദ് കണ്ടെത്താൻ. നസിൽ ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ച്, ധാരാളം. കസീർ എന്നാണ് അല്ലേ. കസീർ എന്നുള്ള വാക്കുണ്ട് അതിൽ ഉണ്ട്. കസീർ അല്ലേ, കസീറത്ത്. ഓക്കെ, അതാണ് ആദ്യത്തെ പ്രവർത്തനം. ഇത് ചിലപ്പോൾ നിർബന്ധമായി എഴുതാനായിരിക്കും. ചിലപ്പോൾ ഇതിന് ഓവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2ാമത്തെ സെക്ഷൻ എന്താണ്?
تجري مسابقة إعداد الملصقات تحت إشراف نادي العلوم الاجتماعية. സോഷ്യൽ സയൻസ് ക്ലബിന്റെ കീഴിൽ എന്താണ് പോസ്റ്റർ നിർമ്മാണ മത്സരം നടക്കുകയാണ്. ഫി മദ്രസത്തി മാജിദിന്റെ സ്കൂളിൽ ഏത് ദിവസം ബി മുനാസബത്ത് യൗമ ഹിരോഷിമ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് നടക്കുകയാണ്. ഹയ്യാൻ സാഹിബിൽ എഴുതാതെ ഏലാനില്ല, അതിലൊരു എന്താണ് ഏലാൻ ഉണ്ടാക്കാൻ, ഏലാൻ എന്താണ് പരസ്യം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മാജിദിനെ സഹായിക്കാം അല്ലെ. അപ്പൊ ഇതിൽ കുറച്ച് റെഡുകൾ കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് റെഡൊന്നും ഉണ്ടാവില്ല, എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ എഴുതാം നമുക്ക്? ബി മുനാസബത്തി, നമുക്ക് അതിൽ പഠിച്ചാണല്ലേ. ബി മുനാസബത്തി അനുബന്ധിച്ച്, എന്തിനോടനുബന്ധിച്ച് അല്ലെ, യൗമ ഹിരോഷിമ വ നാഗസാക്കി. ഈ സെന്റൻസ് നമുക്ക് ഇവിടെ എഴുതാം അല്ലെ. പിന്നെ യസുറു സന്തോഷിക്കുന്നു, നാദി ഏത് നാദിയാണ്? അൽ ഉലൂമുൽ ഇജ്തിമാഇയ്യ. അപ്പോൾ അൽ ഉലൂമുൽ ഇജ്തിമാഇയ്യ എന്നുള്ളത് നമുക്ക് ഇവിടെ ചേർക്കണം. നമ്മൾ പാഠത്തിൽ ഇതുപോലത്തെ ചെയ്തതാണ്. പിന്നെ എന്താണ് ഇഖാമത്തി മുസാബഖത്തിൻ, ഒരു മത്സരം. ഫി എന്താണ്, എന്ത് മത്സരമാണ്? മുസാബഖത്തിൻ ഫി ഇഅദാദിൽ മുൽസഖാത്ത് അല്ലെ. അപ്പോൾ ഇഅദാദുൽ മുൽസഖാത്ത് ഇവിടെ വരും. ഓക്കെ. ഫറാഗിബൂന മിൻ ഇവിടുന്ന് വരും. ഇവിടെ വാക്ക് ഇതിൽ എവിടെ ഇല്ല അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മിനൽ മുഷാരിക്കീൻ നമ്മുടെ 6ാം ക്ലാസ്സിലെ ബുക്കിലുണ്ടല്ലോ, അതാണ്ടാവും അൽ മുഷാരിക്കീൻ കേട്ടോ. അതുപോലെ അൽ മുഷാരിക്കീന യുംകിനുഹു തസ്ജീൽ ഫി അഖ്റബി വഖ്തിൻ മുംകിൻ, രജിസ്റ്റർ ചെയ്യണം കേട്ടോ. താരീഖ് നിഹായത്ത് തസ്ജീൽ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന ദിവസം അല്ലെ ഓഗസ്റ്റ് 6 അല്ലേ. ഓഗസ്റ്റ് 6 മുമ്പാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരിക. ഓഗസ്റ്റ് 6 എന്ത് കിടക്കല്ലേ? ഹിരോഷിമ നാഗസാക്കി. ഓഗസ്റ്റ് 6 8 ഓഗസ്റ്റ് 6 അല്ലേ. അപ്പൊ നിഹായത്ത് തസ്ജീൽ എന്ത് കൊടുക്കണം അല്ലെ. ഇവിടെ 6/8/2025 അല്ലെങ്കിൽ 5/8/2025 എന്ന് അറബിയിൽ തന്നെ കൊടുക്കണം. താരീഖുൽ ബർനാമിജ് പരിപാടി നടക്കുന്ന ദിവസം ഓഗസ്റ്റ് 6 ആയിരിക്കും അല്ലെ. ഹിരോഷിമ നാഗസാക്കി ദിനം ഓഗസ്റ്റ് 6. അപ്പൊ 6/8/2025, 8ാം മാസം ഓഗസ്റ്റ് കേട്ടോ. അതാണ് ഈ ഏലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 3ാമത്തെ അക്യുമുലുൽ ഫറാഗാത്ത്. ചിലപ്പോൾ ഇതിനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാവുന്ന നിങ്ങൾ ഒരെണ്ണം ചെയ്താൽ മതിയാവും. 3ാമത്തെ അക്യുമുലുൽ ഫറാഗാത്ത് ബിൽ കലിമത്തിൽ മുനാസിബ മിനൽ ഖായിമ. ഈ പാരഗ്രാഫിൽ നിന്ന് ആവശ്യമായ വാക്കുകളോട് എടുത്ത് എഴുതാനാണ് കേട്ടോ. ദഹബന ഇല ഷാത്തി, ഞങ്ങൾ ഇന്നലെ തീരത്തേക്ക് പോയി. ഫിൽ യൗമി, എപ്പോ? ഫിൽ യൗമി കഴിഞ്ഞ ദിവസം അല്ലേ. അൽ മാളി അല്ലേ. ഫിൽ യൗമിൽ മാളി. സയഅതി അന്നെ ലിസിയാറത്തിന, എൻ്റെ അങ്കിൾ വരും ഞങ്ങളെ കാണാൻ. യൗമുൽ അഹദ്, ഞായറാഴ്ച. ഏത് ഞായറാഴ്ച? അൽ ഖാദിം, വരുന്ന അല്ലേ. യൗമുൽ അഹദ് അൽ ഖാദിം. അപ്പൊ അൽ ഖാദിം എന്നത് നമുക്ക് കൊടുക്കാം. പിന്നെ ഏതാണ്? അൽ ഔലാദ് ഡാഷ് ഫിൽ മൈദാൻ, കുട്ടികൾ മൈതാനത്തിൽ കളിച്ചു എന്നാണ് അല്ലേ. അപ്പൊ അൽ ഔലാദ് കുറേ പേരുണ്ട്. നമ്മൾ ഹും ലഇബു അല്ലെങ്കിൽ ലഇബു എന്ന് വരും. കുറേ പേരുള്ളതുകൊണ്ട് ലഇബ പോരാ, ലഇബു. അൽ ഔലാദ് ലഇബു ഫിൽ മൈദാൻ. സയുഖാമുൽ ഹഫൽ, പരിപാടി നടക്കും. എപ്പോ? ഇപ്പോ അൽ ഖാദിം, വരുന്ന മാസം. മാസം എന്ന് പറയുന്നത് നമ്മൾ ഷഹരിൽ ഖാദിം എന്ന് കൊടുക്കും. ഹാദാ തിഫുലിൻ, ഇതൊരു കുട്ടിയാണ്. ഹുവ സഗീറുൻ, അവൻ ചെറുതാണ്. ഓക്കെ. അതാണ് നമുക്ക് 3ാമത്തെ പ്രവർത്തനം. 4 ഇഖ്റഉൽ ഫിഖ്റ വഅക്മിലുൽ ഹിവാർ. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫ് നോക്കിയിട്ട് ഹിവാർ പൂർത്തിയാക്കും. സാഫർ അഹമ്മദ് ഇലൽ മദീന ലി സിയാഹ. അഹമ്മദ് പട്ടണത്തേക്ക് എന്ത് പോയി? ടൂർ പോയി. വഇന്ദമാ വസല, അവിടെ എത്തിയപ്പോൾ ദഹബ ഇല ഫുന്ദുഖ് നൂർ, അവനവിടെ നൂർ ഹോട്ടലിലേക്ക് പോയി. കാല ലഹുൽ മുവല്ലഫ്, അവിടെയുള്ള ആൾ പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും വമർഹബൻ ബിക്കും ഫീ ഫുന്ദുഖിന, നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. റദ്ദ അഹമ്മദ് എന്ത് പറഞ്ഞു? വഅലൈക്കും അസ്സലാം വഅഹ്ലൻ ബിക എന്ന് പറഞ്ഞു. സഅലൽ മുവല്ലഫ്,
അപ്പോൾ ദിവസം ചോദിച്ചു കം ലൈലത്തൻ തുരീദുൽ ഇഖാമ, എത്ര ദിവസം താമസിക്കും? ആല അഹമ്മദ് പറഞ്ഞു തുരീദുൽ ഇഖാമത്തിൽ സലാസിലയാൽ, 3 ദിവസത്തെയാണ്. സഅലഹുൽ മുവല്ലഫ് ചോദിച്ചു ഹൽ തുഫദ്ദിലു ഖുർഫത്തൻ മുത്തില്ല അലൽ ബഹർ, കടലിലേക്ക് നോക്കി നിൽക്കുന്ന മുറി വേണോ? അലൽ ഹദീഖ, പാർക്കിലേക്ക് നോക്കി നിൽക്കുന്ന മുറി വേണോ? ഫഅജാബ അഹമ്മദ് പറഞ്ഞു ഉഫദ്ദിലു ഖുർഫത്തൻ മുത്തില്ലത്തൻ അൽ ബഹർ, കടൽ വ്യൂ ഉള്ള മുറി മതി എന്ന് പറഞ്ഞു. ഫഖാല മുവല്ലഫ്, ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഹസനൻ, ഗുഡ്, ഹാദിഹി മഫാത്തിഹ് ഖുർഫ, ഇതാ റൂമിന്റെ താക്കോൽ. ഫഖാല അഹമ്മദ് ശുക്രൻ ജസീൽ. അപ്പൊ ഇതിലെ വാക്കുകൾ തന്നെയാണ് അവിടെ ചേർക്കേണ്ടി വരിക അല്ലെ. മുവല്ലഫ് ആദ്യം എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും ഡാഷ് ബിക്കും ഫി ഫുന്ദുഖിൻ നൂർ, ഏത് വരും അല്ലെ? മർഹബൻ, ഈ മർഹബൻ ബിക്കും ഫി ഫുന്ദുഖിൻ നൂർ. വഅലൈക്കും അസ്സലാം, എന്താ പറയാ? അപ്പൊ അഹമ്മദ് അഹ്ലൻ ബിക് അല്ലെ, അഹ്ലൻ ബിക്. അപ്പൊ മുവല്ലഫ് കം ലൈലത്തൻ തുരീദുൽ ഇഖാമ, എത്ര ദിവസം താമസിക്കുന്നുണ്ട്? ഉരീദുൽ ഇഖാമ ലി, എത്ര ദിവസം എന്ന് പറഞ്ഞതില്? സലാസ്. അപ്പൊ ലി സലാസ് ലയാൽ എന്നവിടെ എഴുതാം. മുവല്ലഫ് ചോദിക്കുന്നു ഹൽ തുഫദ്ദിലു ഖുർഫത്തൻ മുത്തില്ല, മുവല്ലഫ് ചോദിക്കണ്ടേ? മുത്തില്ലത്തൻ അലൽ, കടലിലേക്ക് നോക്കണോ പാർക്കിലേക്ക്? അപ്പൊ കടലിന്റെ വാക്കേതാ? മുത്തില്ലത്തൻ അലൽ ബഹർ പറയും. ഉഫദ്ദിലു ഖുർഫത്തൻ മുത്തില്ലത്തൻ അലൽ ബഹർ, വീണ്ടും ഇവിടെ ബഹർ തന്നെ അല്ലേ. മുവല്ലഫ് ഹസനൻ ഹാദിഹി മഫാത്തിഹ് ഖുർഫ, അഹമ്മദ് ശുക്രൻ ജസീല എന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുന്നു. ശരിയല്ലോ മക്കളെ? ഇനി ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ, നമ്മുടെ പുസ്തകത്തിലുള്ളതാണ്. മഹാദ താജ്മഹൽ അല്ലേ. ഇവിടെ കുറച്ച് വാചകങ്ങളുണ്ട്, അത് വെച്ചിട്ട് ഒരു ബയാൻ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഇതുപോലെ താഴെ കുറെ ബയാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഹാദ മബ്ന താജ്മഹലാണ്, ഹുവമിൽ അജായിബിൽ ആലമിയ, അത് ലോകാത്ഭുതങ്ങൾ, ഈ വാക്ക് ഇവിടെ വന്നിരിക്കുന്നു അല്ലേ. ബിയാഗ്ര ഫിൽ ഹിന്ദ്, യഖൗ ബിയാഗ്ര ഫിൽ ഹിന്ദ്, അത് ഇന്ത്യയിൽ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്നു. ബനാഹുൽ മലിക് ഷാജഹാൻ, അത് നിർമ്മിച്ചതാരാണ്? മലിക് ഷാജഹാൻ. ഈ ഉദാഹരണത്തിലുള്ളത് പോലെ താഴെയുള്ളത് പൂരിപ്പിക്കാം. എങ്ങനെ പൂരിപ്പിക്കാം? ഇതെന്താണ്? ഖൽഅത്തുൽ ഹംറ. അപ്പൊ നമ്മൾ പറയണം ഹാദിഹി അൽ ഖൽഅത്തുൽ ഹംറ അല്ലെ. അൽ ആസാർ താരിഖിയ, ചരിത്ര സ്മാരകം. ഡൽഹി അൽ മലിക് ഷാജഹാൻ ചക്രവർത്തി. അതെങ്ങനെ പറയാം? ഹാദിഹി അൽ ഖൽഅത്തുൽ ഹംറ ഹിയമിൻ, അത് എന്തിൽപ്പെട്ടതാണ്? അൽ ആസാർ താരിഖിയ, ചരിത്ര സ്മാരകങ്ങളിൽപ്പെട്ടതാണ്. തഖൗഫി, എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡൽഹി അല്ലെ. ബനാഹു അൽ മലിക് ഷാജഹാൻ എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ. ഇതുപോലെ ഒരെണ്ണം കൂടി. സദ്ദു മലമ്പുഴ ഡാം. അൽ മനാത്തിഖ് സിയാഹിയ, ടൂറിസ്റ്റ് പ്ലേസ്. പാലക്കാട് അല്ലേ. അപ്പൊ എങ്ങനെ പറയാം? ഹാദ, ഇതെന്താണ്? സദ്ദു മലമ്പുഴ ഡാമാണ്. ഹുവ അഹദുമിൻ, അത് ഒന്നിൽപ്പെട്ടതാണ്. എന്തിൽ? അൽ മനാത്തിഖ് സിയാഹിയ അൽ മഷ്ഹൂറ, പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളിൽ പെട്ടതാണ്. വെരി സിമ്പിളായിട്ടൊന്നും പരീക്ഷയ്ക്ക് നിങ്ങൾ അല്ലാതെ പരീക്ഷിക്കരുത്, ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. തഖൗഫി, അതെവിടെ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട്. തഖൗഫി പാലക്കാട് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എത്ര ആയിരുന്നു? 5 പ്രവർത്തനം. 7, 6, 8 പ്രവർത്തനമൊക്കെ ഉണ്ടാവും. അതിൽ ഓവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ വേറൊന്ന് എഴുതുക എന്നുള്ളത്. ഇനി 6ാമത്തെ നഖ്റഉ തസ്രീഹാത്ത് വനഖ്താർ സത്രൽ മുവാഫിഖ മിനൽ മൗദൂ കേട്ടോ. ഇവിടെ കുറെ പദ്യത്തിലെ വരികൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അതുപോലെ ഇവിടെ കുറെ പദ്യത്തിന്റെ വരികളുണ്ട്, അതിന് താഴെ കുറച്ച് അതിന് പറ്റിയ സെന്റൻസുകളുണ്ട്. അപ്പൊ ഈ സെന്റൻസുകൾക്ക് തസ്രീഹാത്തുകൾക്ക് പറ്റിയ സത്ര ഇവിടെ നടക്കണം അല്ലെ. 1ാമത്തെ സത്ര എന്താണ്? അൽ ഹാസൂബ് സീനത്ത് ബൈത്തി ഹുവ യുസാഇദു അലാ ഹിഫ്ളി ഔഖാത്തി. കമ്പ്യൂട്ടർ എൻ്റെ വീടിന്റെ അലങ്കാരമാണ്, എൻ്റെ സമയം സേവ് ചെയ്യാൻ അതെനിക്ക് സഹായിക്കുന്നു. ഏത് വരിയാണ്? എവിടെ അല്ലേ? ഹാസൂബിൻ സയ്യനലി ബൈത്തി മുർഷിദുനി യഫ്ദുലി വഖ്തി. ഈ വരി നമുക്ക് ഇവിടെ എഴുതുക. ശരിയല്ല? അടുത്ത വലാ ഇൻസൽ ഹാസൂബ് ഷൈഅൻ ബൽ യുജിദു ഫീ മജാദൽ ഇൽം. കമ്പ്യൂട്ടർ ഒന്നും മറക്കില്ല, മറിച്ച് ഇൽമിന്റെ മേഖലയെ അത് എപ്പോഴും പരിഷ്കരിച്ചു കൊണ്ടിരിക്കും. ഏതാണ്?
ഏതാണ് വരിക? വലാ യൻസൽ ഹാസൂബ് ഷൈഅൻ ബൽ യുജിദ്ദു മജാലൽ ഇൽം. അല്ലേ? ഈ വരി ഇത് നമുക്ക് ഇവിടെ അല്ലേ? ഇവിടെ. മൂന്നാമത്തെ ആള് ഇൽമു നൂറുൻ ഫിൽ ദുലുമാത് വ തിബിയാനുൻ ഫിൽ ഹയാത്ത്. ഇൽമ് ഇരുട്ടിൽ വെളിച്ചമാണ്, നമുക്ക് എന്താണ് ജീവിതത്തിലൊരു തിബിയാൻ വിശദീകരണമാണ്. ഏതാണ്? കഫാ ബിൽ ഇൽമി ഫിൽ ദുലുമാതി നൂറ യുബയ്യിനു ലനാ ഹയാതി ലനൽ ഉമൂറ. ആ വരിയാണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. 4 അനതിഫിലും മുജ്തഹിദും വസാഖൂന് സദീഖൻ ലിൽ ഹാസൂബ്. ഞാനൊരു പരിശ്രമശാലിയായ കുട്ടിയാണ്, ഞാൻ കമ്പ്യൂട്ടറിന്റെ കൂട്ടുകാരനാകും. ഏതാണ്? സദീഖുൽ ഹാസൂബ്. വലിയത്തിഫുലും മൗഖൂഫ്. ഞാനൊരു ടാലന്റഡ് ആയ കുട്ടിയാണ്, ഞാൻ ഹാസൂബിന്റെ കൂട്ടുകാരനാകും. ഓക്കെ, അപ്പം അത്രയും അതോടുകൂടി നമ്മുടെ ക്ലാസ് തീരുവാണ്. ഒരു ചോദ്യം കൂടി ഉണ്ട്, നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പരീക്ഷയ്ക്ക് ശേഷം ഇതിന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ. അൽ ഇൽമു വൽ അദബു ഹുമാ ലുബ്ബുൽ ഉലാ. അൽ ഇൽമു വൽ അദബു ലുബ്ബുൽ ഉലാ വദൂനഹുമാ ഗൈറു മുഫീദ്. ഇത് അറിവ് എന്ന് പറയുന്നത് അറിവും മര്യാദയും ഔന്നത്യത്തിന്റെ കാമ്പാണ്. വദൂനഹുമാ ഗൈറുഹ, അതില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്ന ആശയം ഏതാണ്? അറാലുബൽ ഉലാ അദബം വഇൽമ ബിഗൈരിഹിമൽ ഉലാ അംസത് ഉശൂറ. ഈ വരിക. ഓക്കെ, അപ്പം എത്രയാണ് 6ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല ഫുൾ സ്കോർ ചെയ്യുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.